വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. നമുക്ക് നേരെ തൃശ്ശൂരിലേക്ക് പോയാലോ സ്മിത? ഒരു അപകട വാർത്ത വരുന്നുണ്ട്. ചാലക്കുടിയിൽ നിന്നാണ് അപകട വാർത്ത വരുന്നത്. അപകടത്തിൽ 2 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. പട്ടിമറ്റം സ്വദേശികളായ സുരാജ്, വിജേഷ് എന്നിവരാണ് മരിച്ചത്. കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, അപകടമുണ്ടായത് എങ്ങനെയാണ്? എപ്പോഴായിരുന്നു അപകടം? വിവരങ്ങൾ. പ്രവിത, സ്മിത, ഇന്ന് രാവിലെ പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. ഇരുവരും ഇവിടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് എത്തിയത്. ഇവരുടെ കുടുംബാംഗങ്ങളടക്കം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തുകയും ചെയ്തു. ഇതിനുശേഷം ഇന്ന് പുലർച്ചെ ഇവർ ബൈക്ക് എടുത്ത് ഇവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിൽ വെച്ചാണ് പേരാമ്പ്രയിൽ ഇവരുടെ ബൈക്ക് ഒരു കാറുമായി കൂട്ടിയിടിക്കുന്നതും ഈ 2 പേർ അവിടെ വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പട്ടിമറ്റം സ്വദേശിയായിട്ടുള്ള 31 വയസ്സുള്ള സുരാജ്, 31 വയസ്സുള്ള വിജീഷ് എന്നിവരാണ് മരിച്ചത്. ഇരുവരും ഡ്രൈവർമാരാണ്. ഈ കാറുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് അപ്പോൾ തന്നെ ഇവർ മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മൃതദേഹം പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ ബൈക്ക് പൂർണ്ണമായും തകർന്ന നിലയിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രവിത, സ്മിത. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് തൃശ്ശൂരിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ചാലക്കുടി പോട്ടിയിലെ ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചിലെ മോഷണത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മോഷണം നടന്ന 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും പ്രതിയെക്കുറിച്ച് കാര്യമായ സൂചനകൾ പോലീസിൽ ഇല്ല എന്നതാണ് വിവരം. വിവിധയിടങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചതിൽ നിന്ന് പ്രതിയുടെ സഞ്ചാരപാത സംബന്ധിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പോലീസിനെ വഴിതെറ്റിക്കുന്നതിന് ബോധപൂർവം പ്രതി വഴിമാറി സഞ്ചരിച്ചോ എന്ന സംശയമാണ് ഇപ്പോഴുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. CCTV എക്സ്പേർട്ടുകളായ പോലീസുകാരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിച്ചു. ബാങ്ക് ജീവനക്കാരെ അടക്കം പോലീസ് ഇന്നലെ വീണ്ടും വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും തൃശ്ശൂരിൽ നിന്നുള്ളൊരു റിപ്പോർട്ടിലേക്ക് തന്നെയാണ്. അതിരപ്പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. മസ്തകത്തിൽ മുറിവേറ്റ ആനയെ മയക്കുവടി വെച്ച് പിടികൂടി ചികിത്സിക്കുന്നതിനായി കുങ്കി ആനകൾ ഇന്ന് എത്തുന്നുണ്ട്. വയനാട്ടിൽ നിന്ന് ഭരത് എന്ന ആനയാണ് ആദ്യം എത്തുക. കാലടി പ്ലാന്റേഷനിലെ വാടാമുറിയിലായിരിക്കും കുങ്കി ആനകളുടെ താവളം. ബാക്കി 2 ആനകൾ കൂടി വൈകുന്നേരത്തോടെയോ നാളെയോടെയോ അതിരപ്പള്ളിയിൽ എത്തും. ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടായാൽ അടിയന്തരമായി ചികിത്സിക്കുന്നതിന് വെറ്റിനറി ഡോക്ടേഴ്സിനെ നിയോഗിച്ചിട്ടുണ്ട്. കോടനാട് അഭയാരണ്യത്തിൽ ആനയ്ക്ക് കൂട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഇന്ന് വൈകിട്ടോടെ ആരംഭിക്കും. അരിക്കൊമ്പിന് വേണ്ടി നിർമ്മിച്ച പഴയ കൂടിന്റെ ബലപരിശോധന ഇന്ന് വീണ്ടും ഉണ്ടാകും. കൂടിന് ബലമില്ലെങ്കിൽ പൂർണ്ണമായും നീക്കം ചെയ്ത് പുതിയ കൂട് നിർമ്മിക്കും. വീണ്ടും തൃശ്ശൂരിലേക്ക് കേന്ദ്രം ചാലക്കുടിയും തൃശ്ശൂരൊക്കെ തന്നെയാണ്. അതെ, തൃശൂർ ചാലക്കുടി ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ പെടുത്തിയ സംഭവത്തിൽ പ്രതി നാരായണദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. തൃപ്പൂണിത്തുറ ഈരൂരിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് ലഭിച്ച നിർണായക CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മകനിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. പ്രതി ബംഗളൂരുവിൽ തന്നെയെന്ന് സ്ഥിരീകരിക്കുകയാണ് എക്സൈസ്. അതേസമയം സർക്കാരിൽ നിന്ന് 72 ലക്ഷം രൂപ ഷീല സണ്ണി നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരുന്നു. ഷീല സണ്ണിയുടെ ആരോപണത്തിന് പിന്നാലെ പ്രതിക്കായി ഊർജിത അന്വേഷണത്തിലേക്ക് എക്സൈസ് സംഘം കടന്നിട്ടുണ്ട്. വ്യാജ ലഹരിമരുന്ന് കേസിൽ 72 ദിവസമാണ് ഷീല സണ്ണി ജയിൽവാസം അനുഭവിച്ചത്. അതൊക്കെയാണ് തൃശ്ശൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പം നമ്മൾ ഈ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സയ്യിദ്, പ്രവിത, സ്മിത, ഗുഡ് മോർണിംഗ്. കുവൈറ്റ് സമയം 4 മണി കഴിഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ 4 മണിക്ക് ഉണർന്നിരിക്കുന്ന സയ്യിദാണ് മെസ്സേജ്. കുവൈറ്റിലാണ്. അതെ. അപ്പം മാരമൺ കൺവെൻഷന് പോവുകയാണെന്ന് ജിബു പറയുന്നുണ്ട്. എല്ലാവരോടും സ്നേഹാന്വേഷണം. താങ്ക് യു ജിബു. അതോടൊപ്പം തന്നെ ഈ പ്രവീൺ റായ് പറയുന്നുണ്ട്, ഈ കോൺഗ്രസിലെ പ്രശ്നങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. 2025 ദുരന്തമാണല്ലോ എന്ന് കുട്ടൻ പറയുന്നു. അത് ഒരുപാട് ദുരന്ത വാർത്തകൾ നമ്മൾ ഈ വർഷം തുടങ്ങിയതിൽ പിന്നെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ച് ഫുൾ ദുരന്തം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഡൽഹിയിൽ നിന്ന് വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാകാം അങ്ങനെ പറയുന്നത്, അല്ലെ? അപ്പം നമുക്കിങ്ങനെ മറ്റ് വാർത്തകളിലേക്ക് പോകാം.
കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പാതിവില തട്ടിപ്പ് കേസിന്റെ അന്വേഷണം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിന്റെ തുടർവാർത്തകൾ നോക്കട്ടെ. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ആ വാർത്ത എന്തായി എന്നുള്ളത്. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തകൃഷ്ണന്റെ കടവന്ത്രയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് തുടരുന്നത്. ഇപ്പോൾ 6 ജില്ലകളിലെ ആളുകളിൽ നിന്ന് അനന്തകൃഷ്ണൻ പണം വാങ്ങിയ രേഖകളാണ് ഈ ഓഫീസിലുള്ളത്. വിമൻ ഓൺ വീൽസ് എന്ന തട്ടിപ്പ് പദ്ധതിയുടെ ആസൂത്രണവും സാമ്പത്തിക ഇടപാടുകളും ഈ ഓഫീസിലാണ് നടന്നത്. ഇവിടുത്തെ പരിശോധന പൂർത്തിയായ ശേഷമായിരിക്കും കളമശ്ശേരിയിൽ പരിശോധന തുടങ്ങുക. അനന്തകൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷ നാളെ മൂവാറ്റുപുഴ കോടതി പരിഗണിക്കും. അനന്തകൃഷ്ണനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം ആനന്ദകുമാർ അടക്കമുള്ളവരെ വിളിച്ചു വരുത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. ഇനി ഈ പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധ വേണ്ട ഒരു സ്റ്റോറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടിനെ കുറിച്ചാണ്. മധ്യവയസ്കൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. പ്രമേഹബാധയെ തുടർന്ന് അബോധാവസ്ഥയിലായ മനോജിന്റെ കുടുംബമാണ് കാരുണ്യത്തിനായി കൈനീട്ടുന്നത്. മനോജിന്റെ ചികിത്സയും വീടിന്റെ ജപ്തി ഭീഷണിയും ഈ കുടുംബത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷക്കാലമായി ഫോർട്ട് കൊച്ചിയിലെ ടാക്സി ഡ്രൈവറായിരുന്നു മനോജ്. പ്രമേഹത്തിന്റെ അളവ് ക്രമാതീതമായി ഉയർന്നതോടെ കാൽവിരലുകൾ മുറിച്ചു മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. വിരൽ മുറിച്ചതിന് പിന്നാലെ മസ്തിഷ്കത്തിൽ ആന്തരിക രക്തസ്രാവവും പക്ഷാഘാതവും. അതോടെ മനോജ് അബോധാവസ്ഥയിലായി. മനോജിന്റെ ടാക്സിയായിരുന്നു കുടുംബത്തിന്റെ ആകെ ഉപജീവന മാർഗം. രോഗം മൂർച്ഛിച്ചതോടെ ചികിത്സയ്ക്കായി പലയിടത്തു നിന്നും കടം വാങ്ങി. കടം വീട്ടാൻ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും 5 ലക്ഷത്തോളം രൂപ വായ്പ എടുത്തു. സാമ്പത്തിക പ്രതിസന്ധി കാരണം തിരിച്ചടവ് മുടങ്ങി. പിന്നാലെ വീടിന്റെ ജപ്തി ഭീഷണിയും. ഇപ്പോൾ ഇവിടുത്തെ വാർഡ് കൗൺസിലർമാരും സ്കൂളുകാരും ഒക്കെ സഹായിച്ചാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ചിലവ് തന്നെ ഒരു വിധത്തിൽ ആയി ആളെ ഡിസ്ചാർജ് ആക്കി കൊണ്ടുവന്നതാണ്. ഇപ്പം തന്നെ ആയത് നാട്ടുകാരും കൗൺസിലർമാരും സ്കൂളിൽ നിന്നും എല്ലാം സഹകരിച്ചാണ് ഞങ്ങൾക്ക് ഇതായത്. അതുകൊണ്ട് അതിൻ്റെ അപ്പുറമാണ് ഇപ്പോൾ വീട് ജപ്തിയാകുമെന്ന് പറഞ്ഞ് ജനുവരി വരെ ഞങ്ങൾക്ക് ടൈം തന്ന് ഇപ്പോൾ വീണ്ടും വിളിച്ചിട്ട് ഒറ്റത്തവണ തീർപ്പാക്കല് ചെയ്യാൻ പറഞ്ഞവർ. അപ്പം എന്നെ കൊണ്ട് വേറെ വഴിയില്ല. മനോജിന്റെ രോഗവും ബാങ്കിൽ നിന്നുള്ള ജപ്തി ഭീഷണിയുമെല്ലാം താങ്ങാവുന്നതിലും അപ്പുറമാണ് ഭാര്യ ജയശ്രീക്ക്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമായി എന്ത് ചെയ്യണമെന്നറിയില്ല ജയശ്രീക്ക്. സുമനസ്സുകളുടെ സഹായമുണ്ടെങ്കിലേ ഈ കുടുംബത്തിന് ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സാധിക്കൂ. സഹായിക്കണമെന്ന അഭ്യർത്ഥന മാത്രം. ഈ സുഖമില്ലാത്ത ആളെയും പഠിക്കുന്ന മോളെയും കൊണ്ട് എനിക്ക് പോകാൻ വേറെ വഴിയില്ല. വേറൊരു വീടെടുക്കാനോ ഒന്നിനും ഒരു വഴിയില്ല. ഈ വീട് ചോർന്നൊലിക്കണതാണ്. എന്നാലും സാരമില്ല, ഞങ്ങൾക്ക് ഒന്നിവിടെ ഈ വീടൊന്ന് എടുത്ത് കിട്ടിയാൽ ഞങ്ങൾക്ക് ഇവിടെ കിടക്കാം. എല്ലാവരും സഹായിച്ചു ഞങ്ങൾ. ഈ വീടൊന്ന് എത്രയും വേഗം ഞങ്ങളുടെ ആധാരം ഒന്നെടുത്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. കൊച്ചി. അപ്പൊ അങ്ങനെയാണ് സഹായിക്കാൻ കഴിയുന്നവരെല്ലാം മനസ്സുകളുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ ഈ ചികിത്സയും കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഈ വീട് ജപ്തി ഭീഷണിയിലാണ്. അപ്പൊ ഈ കുടുംബത്തെ സഹായിക്കാൻ നമ്മൾ ഒരു നേരത്തെ നമ്മൾ അനാവശ്യമായിട്ട് ചെലവാക്കുന്ന അല്ലെങ്കിൽ ആർഭാടത്തിന് മാറ്റിവെക്കുന്ന ചെറിയൊരു തുക നമുക്ക് എല്ലാവർക്കും കൂടി മാറ്റിവെച്ചാൽ അവരെ സഹായിക്കാൻ പറ്റും. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 41 മിനിറ്റാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ NGO യൂണിയൻ ജീവനക്കാർ 6 മണിക്കൂർ തടഞ്ഞുവെച്ച് ജോലി തടസ്സപ്പെടുത്തിയെന്ന കോഴിക്കോട് ADMന്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി ഹംസ കണ്ണാട്ടിൽ, കണ്ടാലറിയാവുന്ന 15 പേർക്ക് എന്നിവർക്കെതിരെയാണ് നടക്കാവ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് FIR. റവന്യൂ വകുപ്പിന് കീഴിലെ 8 ജീവനക്കാരുടെ ചുമതല മാറ്റി നിയമിച്ചതിലാണ് ADM മുഹമ്മദ് റഫീഖിനെതിരെ പ്രതിഷേധമുണ്ടായത്. കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ചപ്പോഴും പ്രതിഷേധം മൂലം ADMന് കൃത്യസമയത്ത് സംഭവസ്ഥലത്ത് എത്താൻ കഴിഞ്ഞിരുന്നില്ല. നടന്നു പോകാൻ എന്ത് രസമാണെന്നറിയാം. മരങ്ങളുടെ ഈ ചില്ലകളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നല്ല ഭംഗിയുണ്ട്.
പുഴ കാണാം, പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചില്ലകൾ, നല്ല തണുത്ത കാറ്റ്, നല്ല തണുത്ത കാറ്റ്. ബോട്ട് ജെട്ടി ഉണ്ട് അതിന്റെ അപ്പുറത്തൊക്കെ. ഇതിലെ ബോട്ട് പോകും. ഈ പാലത്തിന്റെ മിഡിലുള്ള ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെ ബോട്ട് പോകുന്നതാണ്. നല്ല ഭംഗിയാണ്, മനോഹരമായ പ്രകൃതി ഭംഗിയുണ്ട്, നല്ല കാലാവസ്ഥയും. പ്രയുത പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ചൂട് തുടങ്ങും. അപ്പൊ അത് നമുക്ക് അസഹനീയമാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല താപനില ഭയങ്കര കൂടുതലാണ്, കൂടി വരുന്നു. ഫെബ്രുവരി പകുതി ആയപ്പോൾ തന്നെ ഈ അവസ്ഥയാണെങ്കിൽ മാർച്ച് ഏപ്രിൽ എന്തായിരിക്കും എന്നാണ് ആലോചിക്കുന്നത്. എന്തായാലും പാലക്കാടൊക്കെ അതെ മുൻകരുതലുകളൊക്കെ എടുക്കും അല്ലെ. നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. താപനില കൂടുന്തോറും വെള്ളം കൂടുതൽ കുടിക്കണം, നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ, ഡയറക്റ്റ് സൺലൈറ്റിൽ ഉച്ചനേരത്ത് പോകരുത്. ഇനി അഥവാ പോകേണ്ടി വന്നാൽ അതിനുള്ള വസ്ത്രങ്ങൾ അതനുസരിച്ചായിരിക്കണം ധരിക്കേണ്ടത്. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോയാലോ. പട്ടാമ്പി നേർച്ച എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, വളരെ പ്രസിദ്ധമാണ് അല്ലേ. അപ്പൊ ഇത്തവണത്തെ നേർച്ച കഴിഞ്ഞ ദിവസമായിരുന്നു. എന്നാൽ ടീമിന്റെ ഭാഗമായ ഒരാൾക്ക് ഗുരുതര അസുഖം ബാധിച്ചതോടെ ആഘോഷങ്ങൾ ഒഴിവാക്കി ആ പണം ചികിത്സയ്ക്ക് വേണ്ടി നൽകി മാതൃകയായിരിക്കുകയാണ് പട്ടാമ്പി നേർച്ചയിലെ ടീം ബാബാസ്. ബാബാസ്, നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലാണ്. പട്ടാമ്പി നേർച്ചയിൽ നിന്നുള്ള ദൃശ്യമാണിത്. ഈ വാചകങ്ങൾക്ക് പിന്നിൽ ഒരു സ്നേഹത്തിന്റെ കഥയുണ്ട്. ഇതാണ് പട്ടാമ്പി നേർച്ചയിലെ ടീം ബാബാസിന്റെ ആഘോഷം. കഴിഞ്ഞ 25 വർഷമായി പട്ടാമ്പി മാർക്കറ്റിന് സമീപത്തെ ഈ ടീം നേർച്ചയുടെ ഭാഗമാണ്. പേരുകേട്ട ആനകളെയും പ്രധാന ബാൻഡ് വാദ്യ ടീമുകളെയും ബാബാസ് നേർച്ചയ്ക്കായി എത്തിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ഇവർ എല്ലാ ആഘോഷവും മാറ്റിവെച്ചു, തങ്ങളുടെ ടീമിന്റെ ഭാഗമായ ഒരു സഹോദരന്റെ ചികിത്സയ്ക്ക് വേണ്ടി. പട്ടാമ്പി 111 നേർച്ചയ്ക്ക് ഇത്തവണ ബാബാസ് ടീം ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളിവിടെ ബാൻഡും ആനയൊക്കെ ഏൽപ്പിച്ച് മനോഹരമായി നടത്താൻ തീരുമാനിച്ച സമയത്താണ് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് അലിക്ക് പ്രഷർ അടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നരമ്പ് പൊട്ടുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞു. അതിൽ നിന്ന് ആ ഓപ്പറേഷത്തിലേക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ബാബാസിൻ്റെ മുഴുവൻ ഫണ്ടും ഞങ്ങൾ അതിലേക്ക് മാറ്റിവെക്കാനുണ്ടായത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന സഹോദരന്റെ ചികിത്സയ്ക്കായി 7 ലക്ഷം രൂപയാണ് ടീം ബാബാസ് കൈമാറിയത്. 24 പാലക്കാട്. അപ്പൊ കൊള്ളാം, മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആഘോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണെങ്കിലും അവരാ കൂട്ടത്തിൽ ഒരാള് അത് അങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. സൗഹൃദമായാലും ഏത് തരത്തിലുള്ള ടീം വർക്ക് ആണെങ്കിലും അത് കാണാനും കേൾക്കാനും ഒക്കെ നല്ല സന്തോഷമാണ്. നമുക്കും ഒരു മാതൃകയും പ്രചോദനവുമാണ്. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോയാലോ. അതെ, ആധികാരികതയോടും വിശ്വാസ്യതയോടും കൂടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ നിലനിൽക്കുമെന്ന് 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ. എറണാകുളം സീക്രട്ട് ഹാർട്ട് കോളേജിൽ വെച്ച് നടന്ന തേവര ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലായിരുന്നു പ്രതികരണം. സ്വകാര്യ ടെലിവിഷൻ വാർത്തയുടെ 30 വർഷങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു സംവാദം. മലയാളത്തിലെ ടെലിവിഷൻ വാർത്തയുടെ നാൾവഴികൾ ഓരോന്നും ഓർമ്മിച്ചെടുക്കുകയായിരുന്നു മാധ്യമമേഖലയിലെ പരിചയസമ്പന്നർ പങ്കെടുത്ത സംവാദം. മുതിർന്ന മാധ്യമപ്രവർത്തകനും അധ്യാപകനുമായ ബാബു ജോസഫ് മോഡറേറ്ററായി. ചർച്ചയിൽ 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ മാധ്യമരംഗത്തെ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സമകാലികമായ രാഷ്ട്രീയ പരിസരങ്ങളിൽ മാധ്യമപ്രവർത്തനം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ചർച്ചകളുണ്ടായി. മാധ്യമങ്ങൾ വിമർശനത്തിനതീതരല്ല, എന്നാൽ സംസ്ഥാനത്ത് നിന്നുള്ള എല്ലാ നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കും പിന്നിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളാണെന്ന് KR ഗോപികൃഷ്ണൻ. മാധ്യമങ്ങളിന്മേലുള്ള സമൂഹത്തിൻ്റെ വിശ്വാസ്യത, അവരുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് അത് വളരെ വലിയ തോതിൽ കുറഞ്ഞു വരുന്നു. അതിൽ മാധ്യമങ്ങൾ മാത്രമല്ല കുറ്റക്കാർ. കാരണം കേരളത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ആത്യന്തികമായിട്ട് മാധ്യമങ്ങളുടേതാണ് എന്ന ബോധപൂർവം ഒരു നെറേറ്റീവ് ഉണ്ടാക്കാനുള്ള ശ്രമം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നുണ്ട്. മാറുന്ന കാലത്തിനൊത്ത് മാധ്യമങ്ങൾക്ക് വന്ന പരിണാമം, മാധ്യമങ്ങളുടെ ഭാവി, പുതിയ കാലത്തെ മാധ്യമങ്ങളുടെ സാമൂഹ്യ ഇടപെടലുകൾ തുടങ്ങി 30 വർഷത്തെ മാധ്യമ പ്രവർത്തനത്തെ സംവാദം അടയാളപ്പെടുത്തി. മാധ്യമ വിമർശനങ്ങളിൽ അസഹിഷ്ണുതയുള്ളവർ വിശ്വാസ്യതയില്ലാത്തവരായി ചിത്രീകരിച്ച് മാധ്യമങ്ങളെ സംഘടിതമായി തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകർ പറഞ്ഞു. മാധ്യമപ്രവർത്തകരായ അഭിലാഷ് മോഹനൻ, പ്രമോദ് രാമൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. 24 കൊച്ചി. അപ്പോൾ നമുക്കിനി നേരെ പോകേണ്ടത് അതിരപ്പള്ളിയിലേക്കാണ്. അവിടെ കുങ്കിയാനയെ എത്തിച്ചിട്ടുണ്ട്. ഭരത് എന്ന കുങ്കിയാനയാണ് എത്തിച്ചിരിക്കുന്നത്. മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടുന്നതിനായാണ് ആദ്യത്തെ കുങ്കിയാനയെ എത്തിച്ചിരിക്കുന്നത്. മറ്റു കുങ്കിയാനകളും ഉടൻ തന്നെ എത്തും. അതെ, സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, എപ്പോഴാണ് കുങ്കിയാന എത്തിയത്? ഏത് കുങ്കിയാന? ഭരതാണ് എത്തിയിട്ടുള്ളത് അല്ലെ? പെട്ടെന്ന് വിവരങ്ങൾ പറയൂ.
സ്മിത, വയനാട്ടിൽ നിന്നുള്ള ഭാരത് എന്ന കുങ്കിയാനയാണ് എത്തിയിരിക്കുന്നത്. 2 കുങ്കിയാനകൾ കൂടി ഇന്ന് എത്തുകയും ചെയ്യും. ഇപ്പോൾ ഈ ആനയെ താൽക്കാലിക ക്യാമ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ടി, ആനത്താവളത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ലോറിയിൽ കൊണ്ടുവരുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഭരത് എന്ന ആനയാണ് അല്പം മുമ്പ് ഈ വെറ്റിലപ്പാറ കാലടി പ്ലാന്റേഷന്റെ TCR ഫാക്ടറിക്ക് സമീപമുള്ള സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു അംഗനവാടി ഉണ്ട്. ആ അംഗനവാടിക്ക് ഫെൻസിംഗ് ഉണ്ട്. അംഗനവാടിക്ക് ചുറ്റും അവിടെയാണ് ഈ ആനയെ താൽക്കാലികമായി തളയ്ക്കുക. അതിനുശേഷം ഈ വഞ്ചിക്കടവ് എന്ന് പറയുന്ന ഭാഗത്ത് ഈ 3 ആനകൾക്കും വേണ്ടി താൽക്കാലിക താവളം ഒരുക്കുന്നുണ്ട്. അവിടുത്തെ ജോലികൾ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. ഫെൻസിംഗ് ഉൾപ്പെടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ 3 കുങ്കിയാനകളെയും അങ്ങോട്ടേക്ക് മാറ്റും. ചൊവ്വാഴ്ചയോട് കൂടിയായിരിക്കും ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. അതിന് ഈ ആനയെ പാർപ്പിക്കുന്നതിനുള്ള കൂടിൻ്റെ നിർമ്മാണ പ്രവർത്തികളടക്കം ഇന്ന് ആരംഭിക്കുകയും ചെയ്യും. മൂന്നാറിൽ നിന്ന് പ്രത്യേക തടി എത്തിച്ച് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ കൂടിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാനുള്ള ഒരു നീക്കത്തിലാണ് വനംവകുപ്പ്. എന്തായാലും ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള ദൗത്യത്തിന്റെ ഒരുക്കങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. ആദ്യ കുങ്കി അതിരപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു. സ്മിത, ശരി. അപ്പം ഭരത് എത്തിയിട്ടുണ്ട്. മറ്റ് കുങ്കിയാനകളെ കൂടി എത്തിക്കുന്നതോടെ ആ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടാം എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. അപ്പം അതിനുശേഷം കൂട്ടിലേക്ക് മാറ്റും. എന്നിട്ട് ചികിത്സ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വളരെ ഗുരുതരമായിട്ടാണ് ആനയുടെ സ്ഥിതി തുടരുന്നത്. കോടനാട് അഭയാരണ്യത്തിലേക്ക് മാറ്റാനുള്ള നടപടികളും ഉണ്ട്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ അരിക്കൊമ്പന്റെ കൂട്, അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് പണികൾ, അറ്റകുറ്റപ്പണിയൊക്കെ തീർത്ത് പറ്റിയാൽ അതിലാകും, അല്ലെങ്കിൽ പുതിയ കൂടാകും. മറ്റൊരു നല്ല വാർത്തയിലേക്കാണ് പോകുന്നത്. 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ചു നൽകുന്ന പാലക്കാട് ജില്ലയിലെ 10ാമത്തെ വീടിനും തറക്കല്ലിട്ടു. തേനാരി സ്വദേശി കാളീശ്വരിക്കാണ് 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് വീടൊരുക്കുന്നത്. 24 കണക്റ്റിന്റെ പാലക്കാട് ജില്ലയിലെ 10ാമത്തെ വീട് വീട്ടുജോലികൾ ചെയ്ത് ഉപജീവനം കണ്ടെത്തുന്ന കാളീശ്വരിക്ക് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം ഏറെ വിദൂരമായിരിക്കെയാണ് കാളീശ്വരി 24 കണക്റ്റുമായി ബന്ധപ്പെട്ടത്. 24 കണക്ട് സംഘം കാളീശ്വരിയുടെ സാഹചര്യം പരിശോധിച്ചതോടെ പദ്ധതിയിൽ അംഗമാകാൻ യോഗ്യയെന്ന് കണ്ടെത്തി. ഇതോടെയാണ് കാളീശ്വരിയുടെ ദീർഘനാളത്തെ സ്വപ്നം അതിന്റെ ആദ്യപടിയിലെത്തിയത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് കിട്ടിയതിന്. കുറേ 18 വർഷമായി വാടകയ്ക്ക് ഇരിക്കാൻ തുടങ്ങി. ഭർത്താവ് മരിച്ചു. അതുകൊണ്ട് മക്കളും ഞാനും കൂടെ വാടകയ്ക്ക് തന്നെ ഇരിക്കുകയാണ്. എനിക്ക് ഫോണിൽ കൂടെ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അങ്ങനെ വിളിച്ചതാണേ. അപ്പം അതൊക്കെ പേപ്പറൊക്കെ റെഡിയാക്കാൻ പറഞ്ഞു. അങ്ങനെ ശരിയായി. ചടങ്ങിൽ 15ാം വാർഡ് മെമ്പർ സുമതി, 24 കണക്ട് ജില്ലാ കോർഡിനേറ്റർ ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. 24 പാലക്കാട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് മുൻപ് തന്നെ പ്രേക്ഷകരോട് പറഞ്ഞത്. ഇവിടുത്തെ ഒരു പ്രത്യേകതയെക്കുറിച്ച് കൂടി നമ്മൾ പ്രേക്ഷകരോട് പറയുകയാണ്. ഇതാ എത്രത്തോളം അത് വ്യക്തമാകുന്നതല്ല. ക്ലിന്റ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുറിച്ച് പ്രേക്ഷകർ കേട്ടിട്ടുണ്ട്. വളരെ ഫേമസ് പ്രായത്തിൽ തന്നെ ഒരുപാട് 25,000-ലേറെ ചിത്രങ്ങൾ വരച്ച കൊച്ചുമിടുക്കനാണ്. ക്ലിന്റിനെ ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷം. കാരണം 2000 ചില്ലാൻ ദിവസങ്ങളെ ആകെ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ. അതിനുള്ളിൽ തന്നെ എല്ലാ കാലവും ഓർത്തിരിക്കാനുള്ള ചിത്രങ്ങൾ വരച്ചിട്ടാണ്. 25,000 ചിത്രങ്ങളാണ് ക്ലിന്റ് വരച്ചത്. വിശ്വസിക്കാനാകുമോ അല്ലെ? അപ്പം 1976 മുതൽ 83 വരെ ആയിരുന്നു ക്ലിന്റ് ജീവിച്ചിരുന്നത്. അതിനുള്ളിൽ വരച്ച ചില ചിത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് കാണിച്ചാൽ അത് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റില്ല. കുറച്ച് ഫെയ്ഡ് ആയിട്ടുണ്ട്. നന്നായി. കാരണം എന്താ പറയുക, ഇത് ശരിക്കും ചിൽഡ്രൻസ് പാർക്ക് എന്നുള്ള രീതിയിലാണ് ഇത് വിഭാവന ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ മുതിർന്നവരൊക്കെ വരും, അത് വേറെ കാര്യം. അപ്പൊ ഈ കുട്ടികൾക്ക്, പുതുതലമുറയ്ക്ക് ക്ലിന്റിനെ കുറിച്ച് അറിയാൻ വലിയ സന്തോഷമായിരിക്കും അല്ലെ. അപ്പൊ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ക്ലിന്റിന്റെ കുറച്ച് വർക്കുകളും അതിലുണ്ട്, ചിത്രങ്ങളുമുണ്ട്. ക്ലിന്റിനെ കുറിച്ചും അവിടെ ഒരു ചെറിയ ലഘുലേഖ പോലെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ ഡൽഹിയിലേക്ക് പോകാം. ഡൽഹി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിന്റെ പേര് മാറ്റിയത് വിവാദത്തിൽ. CM ഡൽഹി എന്ന പേര് കെജ്രിവാൾ അറ്റ് വർക്ക് എന്നാക്കി മാറ്റിയതാണ് വിവാദമായത്. പൊതുപണം ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്ന ഹാൻഡിലിന്റെ പേര് മാറ്റിയതിനെതിരെ ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എക്സിന് കത്തയച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള BJPയുടെ ഉന്നതതല യോഗം ഇന്നലെ രാത്രി പാർട്ടി ആസ്ഥാനത്ത് ചേർന്നു. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഉന്നതതല യോഗത്തിലും തീരുമാനമായിട്ടില്ല എന്നാണ് സൂചന. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി ബോർഡ് യോഗമാകും അന്തിമ തീരുമാനമെടുക്കുക. എന്നാൽ തിങ്കളാഴ്ച ചേരുന്ന നിയുക്ത MLA-മാരുടെ യോഗത്തിന് ശേഷമാകും പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങ് വ്യാഴാഴ്ച തന്നെ നടക്കുമെന്നാണ് BJP നേതൃത്വം നൽകുന്ന വിവരം.
മറ്റൊരു വാർത്ത, യൂട്യൂബ് ഷോയിൽ അശ്ലീല പരാമർശം നടത്തിയ കേസിൽ യൂട്യൂബർ റൺവീർ അലാബാദിയ ഒളിവിൽ പോയെന്ന സൂചന. ഇന്നലെയും മുംബൈ പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. മുംബൈയിലെ വീട് പൂട്ടിയ നിലയിലാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്, എന്നാൽ താൻ ഒളിച്ചോടില്ലെന്നും തനിക്ക് നേരെ വധഭീഷണി ഉണ്ടെന്നും രൺവീർ വൈകിട്ടോടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തു. മാതാവിന്റെ ക്ലിനിക്കിൽ രോഗികൾ എന്ന വ്യാജേന ചിലർ പിന്തുടർന്നെത്തിയെന്നും രൺവീർ പറഞ്ഞു. മുംബൈക്ക് പുറമെ അസം പോലീസും കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ലേഖ ജയൻ പറയുന്നു ഗുഡ് മോർണിംഗ്. പ്രവിധു സ്മിതു അതെ, അബ്ദുൽ സലാം ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അപ്പം സീന മുഹമ്മദ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, പറവൂർ പാലിയം കൊട്ടാരം 4 കെട്ട് അവിടെ മോർണിംഗ് വാക്കിന് വരുമോ എന്ന് ചോദിക്കും. നമ്മുടെ മോർണിംഗ് ഷോ ഒരിക്കലും അവിടുന്ന് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, ചെയ്യാവുന്നതാ. പക്ഷെ നമുക്ക് ദൂരം ഒരു പ്രശ്നമാണ്. ഒപ്പം തന്നെ പാലിയം കൊട്ടാരത്തിൽ നിങ്ങൾക്കറിയാലോ, അങ്ങനെ അകത്തേക്ക് പെട്ടെന്ന് കയറി ചെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവിടെ പോയാൽ കൃത്യമായിട്ട് അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കാണിക്കണം. നമ്മൾക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്. അതെ, ഷാനിബ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ആശാവി സിംഗപ്പൂർ പറയുന്നുണ്ട്. ക്രിസ്റ്റീനയെ കുറിച്ച് കുറെ പേര് ചോദിക്കുന്നുണ്ട്, ക്രിസ്റ്റീനയ്ക്ക് എന്തു പറ്റിയെന്ന്. ക്രിസ്റ്റീനയ്ക്ക് ഒരു ചെറിയ ജലദോഷപ്പനി, അത്രേ ഉള്ളൂ. ക്രിസ്റ്റീന ഉടൻ തന്നെ നല്ല മിടുക്കിയായിട്ട് ഹെൽത്തി ആയിട്ട് തിരിച്ചു വരും. ഒരുപാട് പേര് 2 ദിവസങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഒരു കമന്റ് കണ്ടു, ക്രിസ്റ്റീനയെ കുറിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ എന്താ പറയാത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 57 മിനിറ്റ്. യെസ്, ജനാധിപത്യ ധ്വംസനങ്ങളെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അലക്സി നവൽനിയെ കുറിച്ച് പറയണം അല്ലേ? നമുക്ക് ഇനിയൊന്ന് വൈപ്പിനിലേക്ക് പോയാലോ പ്രവിത? വൈപ്പിന്റെ MLA എഡ്യൂക്കെയർ പദ്ധതിയുടെ സഹകരണത്തോടെ ചാറ്റ് വിത്ത് MLA എന്ന പ്രത്യേക സംവാദ പരിപാടി വൈപ്പിനിൽ നടന്നു. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകി. മുഖ്യ അതിഥിയായി മുൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ KV മോഹൻകുമാറും പങ്കെടുത്തു. റിപ്പോർട്ട് കാണും. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി എന്ത് ചെയ്യാൻ കഴിയും? MLA ഉണ്ണികൃഷ്ണനോട് ഉയർന്നു വന്ന ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് വൈപ്പിൻ മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ. MLA എഡ്യൂക്കെയർ പദ്ധതിയുടെ സഹകരണത്തോടെയാണ് ചാറ്റ് വിത്ത് MLA പരിപാടി സംഘടിപ്പിച്ചത്. ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. അവരുടെ ജനപ്രതിനിധിയുമായി നേരിട്ട് ആശയവിനിമയം നടത്താനും തങ്ങളുടെ ആശയങ്ങളും ആവശ്യങ്ങളും സംശയങ്ങളും പങ്കുവയ്ക്കാനും അതോടൊപ്പം വിലപ്പെട്ട അറിവുകൾ നേടാനുമുള്ള ഒരു വേദി അതായിരുന്നു ചാറ്റ് വിത്ത് MLA. ഇത്തരം പരിപാടികൾ കുട്ടികൾക്ക് എന്നും ഒരു പ്രചോദനമായിരിക്കുമെന്ന് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ. സമകാലികമായ ലോകവും നമ്മുടെ പരിസരത്തെയും നമ്മുടെ ചുറ്റുപാടുകളെയും കുഞ്ഞുങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒന്നാന്തരം തെളിവാണ് ഇന്ന് നമുക്ക് ചുറ്റും ഉയർന്നു വരുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ അവർ തിരിച്ചറിയുന്നത്. അതിനെ അഭിസംബോധന ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതകൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അവർ ഉയർത്തുന്ന ചോദ്യങ്ങളാകട്ടെ, അതിനെല്ലാം കേരളത്തിലെ ഗവൺമെൻറ് അതിനെല്ലാം അഭിസംബോധന ചെയ്യുന്ന അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ തന്നെയാണ്. കുട്ടികൾ സമൂഹത്തിലെ ഓരോ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നവരാണെന്ന് KV മോഹൻകുമാർ. നമ്മുടെ കുട്ടികളെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു തലമുറയായിട്ട് വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം തന്നെ. അവർ ചോദ്യങ്ങൾ ചോദിക്കണം. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ കൂടുതൽ ജിജ്ഞാസികളായിട്ട് മാറുക. അപ്പോൾ ജിജ്ഞാസികളായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉണ്ടാവും. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഓച്ചന്തുരുത്ത് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ MLA എഡ്യൂക്കെയർ പദ്ധതിയുടെ നോഡൽ ഓഫീസർ ഡോക്ടർ VS ലാവണ്യ അടക്കം നിരവധി പേർ പങ്കെടുത്തു. 24 കൊച്ചി. വരുമെന്നു കരുതി ഞാൻ കാത്തിരുന്നു. പുലർക്കാല താപങ്ങളകലവേ നീയോ ഒഴുകുന്നു ഇവിടെ ഞാനേകയായി. ഒരു ആൽബം സോങ് ആണ്. നിഖിൽ മാത്യു പാടിയ പാട്ടാണ്. എന്റെ ചേട്ടന്റെ ഫ്രണ്ടാണ് നിഖിലേട്ടൻ. നല്ല പാട്ടല്ലേ? അതെ, നല്ല ശാന്തമായി ഒഴുകുന്ന പുഴയുടെ തീരത്ത് വന്നപ്പോൾ ആ പാട്ടാണ് പ്രവൃത്തിക്ക് ഓർമ്മ വന്നത്. നല്ല പാട്ട്, പ്രേക്ഷകർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് കായിക വാർത്തകളിലേക്ക് പോകാം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് UP വാരിയേഴ്സ് പോരാട്ടം രാത്രി 7:30 വഡോദരയിൽ.
ഉദ്ഘാടന മത്സരത്തിൽ RCBയോട് തോറ്റു തുടങ്ങിയ ഗുജറാത്തിന്റെ ലക്ഷ്യം ആദ്യ ജയം. ദീപ്തി ശർമ്മയുടെ UP വാരിയേഴ്സ് ജയത്തുടക്കം മോഹിച്ചും ഇറങ്ങുന്നു. അപ്പോൾ അങ്ങനെ സ്പോർട്സ് വാർത്തകളാണ്, വളരെ പ്രധാനപ്പെട്ട 2 സ്പോർട്സ് വാർത്തകളാണ്. രാവിലെ തന്നെ അത് അറിയുമ്പോൾ ഒരു ഊർജ്ജം ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് കായിക പ്രേമികൾക്ക്. ഇന്ന് ഞായറാഴ്ചയാണ്. പലരും പലപ്പോഴും പണ്ട് നടന്ന കളികളൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടനൊക്കെ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്പോർട്സ് പ്രേമികളെ സംബന്ധിച്ച് ഇത് എപ്പോഴും പ്രധാനമാണ്. പ്രവിത ഇവിടെ ഇരുന്നപ്പോൾ പ്രവിതയ്ക്ക് പാട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? സത്യം പറഞ്ഞാൽ കവിതകളൊക്കെ വരും. ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ചില കവിതകളൊക്കെ നമുക്ക് പ്രണയാദ്രമായ കവിതകളുണ്ട്. നിന്നെ ഓർക്കുമ്പോൾ നിലാവുദിക്കുന്നതും മഞ്ഞെന്ന പോലെ മനസ്സുരുകുന്നതും കണ്ണീരു കർപ്പൂരമായി മാറുന്നതും എന്നെങ്കിലും നീ അറിയാതിരിക്കുമോ എന്നാണ്. അപ്പോൾ അതാണ് ആ ഒരു കവിതയോടെ നമ്മൾ ഇന്നത്തെ മോർണിംഗ് വാക്ക് ഇവിടെ പൂർത്തിയാക്കുകയാണ്.